ഹലോ യൂട്യൂബ്, ദിസ് ഈസ് ഡിമിട്രി ആൻഡ് വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ ആരും തന്നെ ജനിച്ചപ്പോഴേ ബൈക്ക് ഓടിക്കാനായിട്ട് അല്ലെങ്കിൽ റൈഡിങ് പഠിച്ചുകൊണ്ട് വന്നവരല്ല. നമ്മളെല്ലാം തന്നെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിലൂടെ പ്രാക്ടീസ് ചെയ്ത് റൈഡിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ബൈക്ക് റൈഡിങ് പഠിച്ചു വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് ബിഗിനേഴ്സിന് മാത്രമല്ല. ഞാനൊരു 5 വർഷത്തോളം ഞാൻ ഇതിൽ പറയുന്ന ഒട്ടുമിക്ക എല്ലാ മിസ്റ്റേക്കുകളും കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് പതിയെ അങ്ങനെ അല്ല ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി അതിൽ നിന്നും ഇമ്പ്രൂവായി വന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ റൈഡിങ്ങിൽ കാണിക്കുന്ന അല്ലെങ്കിൽ റൈഡ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്സ് എന്ന് നോക്കാം. നമ്പർ 1 മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഗിയർ യൂസേജ് ആണ്. അതായത് ആ പേര് പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഗിയറിലല്ലാണ്ട് നമ്മൾ പോകും. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്വന്തമായിട്ട് ഓടിക്കുമ്പോഴല്ലെങ്കിൽ പില്ലിനായിട്ടിരിക്കുമ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ 1 or 2 ഗിയർ, അതായത് ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ പോകേണ്ടടുത്ത് 3 or 4 ഇട്ട് ക്ലച്ച് ഫെദർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലച്ച് സ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് കുറേശ്ശെ പിടിച്ച് വണ്ടി ഓടിക്കുന്നതിനാണ് ക്ലച്ച് ഫെദർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ക്ലച്ച് ഫെദർ ചെയ്ത് വണ്ടി ഓടിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ക്ലച്ചിന് നല്ല രീതിയിൽ വെയർ ആൻഡ് ടയർ വരും. 2 എന്ന് പറയുന്നത് പ്രോപ്പർ ഗിയറിങ്ങിലല്ല പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2ാമത്തെ ഗിയറിൽ അല്ലെങ്കിൽ 3ാമത്തെ ഗിയറിൽ പോകേണ്ടടുത്ത് 4 or 5 ക്ലച്ച് ഫെദർ ചെയ്താണ് പോകണമെങ്കിൽ വണ്ടിയിന്മേൽ നിങ്ങൾക്കുള്ള കൺട്രോൾ അത്രയ്ക്കും കുറവായിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾക്ക് ക്ലച്ച് ഫെദർ ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് ഗിയറിലൊഴികെ ബാക്കിയുള്ള ഒരു ഗിയറിലും ക്ലച്ച് ഫെദർ ചെയ്യേണ്ട ആവശ്യം വരരുത്. അത് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക. അതാണ് നമ്പർ 1 മിസ്റ്റേക്ക്. 2ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇംപ്രോപ്പർ യൂസേജ് ഓഫ് ക്ലച്ചാണ്. അതായത് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും ക്ലച്ച് ലിവർ പുള്ളിങ് ചെയ്ത് വണ്ടി ഓടിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ നല്ല എക്സോസ്റ്റൊക്കെ കയറ്റിയ ബൈക്കിൽ വെടിയും പുകയായിട്ട് ആരിലൊക്കെ വരും. ഇപ്പോൾ ഒരു ജംഗ്ഷൻ സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെടിയും പുകയായിട്ടായിരിക്കും വരുന്നത്. പെട്ടെന്ന് ആ എഞ്ചിൻ്റെ സൗണ്ടോ എക്സോ സൗണ്ടോ ഒന്നും ഇല്ലാതാവും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഈ വരുന്ന വരക്കത്തിന് ബ്രേക്കിങ്ങിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നേരെ തന്നെ ഫുൾ ക്ലച്ച് കയറി പിടിക്കും. അങ്ങനെ യാതൊരു കാരണവശാലും ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക് ടയറിലോട്ടുള്ള കൺട്രോളാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ എമർജൻസി ബ്രേക്കിങ്ങിൽ അല്ലെങ്കിൽ പാനിക് ബ്രേക്കിങ്ങിലാണെങ്കിൽ ഓക്കെ, നമുക്ക് അതേ കണക്ക് എൻജിൻ ബ്രേക്കിംഗ് ചെയ്ത് വരാനുള്ള സമയം കിട്ടണമെന്നോ അല്ലെങ്കിൽ റെസ്പോൺസ് ടൈം കിട്ടണമെന്നോ ഇല്ല. ബട്ട് അല്ലാതെ തന്നെ സ്ലോ ചെയ്യുമ്പോഴത്തേക്ക് വെറുതെ സ്ലോ ചെയ്യുമ്പോഴായാലും വെറുതെ ക്ലച്ച് കയറി ഫുൾ പുള്ളിങ് ചെയ്യും. അങ്ങനെ യാതൊരു കാരണവശാലും ചെയ്യരുത്. അതേപോലെ ക്ലച്ച് ഇംപ്രോപ്പറായിട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് കോണറുകളിലും ഈ നല്ല രീതിയിൽ വണ്ടി കിടത്തുമ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ കൊണ്ട് കിടത്തിയതിന് ശേഷം ആ കിടക്കുന്നതിൽ തന്നെ ഫുള്ളായിട്ട് ക്ലച്ച് ലിവർ പിടിച്ച് വെച്ച് ആ കോണർ എടുക്കുന്ന ഒരു പ്രവണത ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതും ചെയ്യരുത്. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ബാക്ക് ടയറിൽ നിങ്ങൾക്കുള്ള കൺട്രോൾ, ആക്സിലേറ്ററിൻ്റെ കൺട്രോൾ ഇല്ലാതാവുകയും. അപ്പോൾ ഇത് രണ്ടുമാണ് ഇംപ്രോപ്പർ യൂസേജ് ഓഫ് ക്ലച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. 3rd മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോട്ട് യൂസിങ് ഫ്രണ്ട് ബ്രേക്സ് ആണ്. ഓക്കെ, അതെനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പഠിച്ചു വരുന്ന പിള്ളേരൊന്നും ആ ഒരു മിസ്റ്റേക്ക് കാണിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ബട്ട് ഒരു 90s ജനറേഷൻ ആൾക്കാർ ബൈക്കിംഗ് പഠിച്ചപ്പോഴത്തേക്ക് ഒരുപാട് സീനിയറായിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് ആവശ്യമില്ലാതെ പിടിക്കരുത്. ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ വണ്ടി നിന്ന് വീഴുമെന്നാണ്. അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. യു ഷുഡ് ഓൾവേസ് യൂസ് ദ ഫ്രണ്ട് ബ്രേക്സ്. ഓക്കെ, ഒരു ബൈക്കിൻ്റെ സ്റ്റോപ്പിംഗ് പവർ എന്ന് പറയുന്നത് ഫ്രണ്ട് ബ്രേക്സ് തന്നെയാണ്. ബി ക്ലാസിക്, ക്രൂസർ, ADV, വിച്ചോർ കാറ്റഗറി ഇറ്റ് ഈസ്. ഒരു ബൈക്കിൻ്റെ നല്ല ഒരു ശതമാനം സ്റ്റോപ്പിംഗ് പവറും വരുന്നത് ഫ്രണ്ട് ബ്രേക്സിൽ നിന്നാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്സോ ബാക്ക് ബ്രേക്സോ, ഇപ്പോൾ ബാക്ക് ബ്രേക്സ് ഉപയോഗിച്ചെന്ന് വിചാരിക്കുക. ബാക്ക് ബ്രേക്സ് ഉപയോഗിക്കുമ്പോൾ വണ്ടി സ്ലോ ആവും. അതേപോലെ വണ്ടിയുടെ വെയിറ്റ് ഫുള്ളി ഫ്രണ്ടിലോട്ട് ട്രാൻസ്ഫർ ആവും. വണ്ടിയുടെ വെയിറ്റ് ഫ്രണ്ടിലോട്ട് ട്രാൻസ്ഫർ ആകുമ്പോൾ റെയർ വീല് ഫ്രീ ആവും. അങ്ങനെ റെയർ വീല് ഫ്രീ ആയി കഴിയുമ്പോഴത്തേക്ക് ബ്രേക്കിംഗ് കിട്ടില്ല, സ്കിഡാവും. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ കാറ്റഗറി മോട്ടോർ സൈക്കിൾസിൻ്റെയും ഒരു 70% അല്ലെങ്കിൽ അതിൻ്റെ പ്ലസ് അതിന് മുകളിലുള്ള ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്സിൻ്റെ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്സ് യൂസ് ചെയ്യാൻ പഠിക്കുക. നിങ്ങളിപ്പോൾ ബാക്ക് ബ്രേക്സ് യൂസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. സത്യത്തിൽ ഹൈ സ്പീഡിലൊക്കെ ബാക്ക് ബ്രേക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് വണ്ടി സ്റ്റേബിളാക്കാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ പ്രോപ്പറായിട്ട് എൻജിൻ ബ്രേക്കിംഗ് മാസ്റ്റർ ചെയ്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ റെയർ ബ്രേക്ക് ഇല്ലാതെയും വണ്ടി കൊണ്ടു നടക്കാം. അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, അത് ഞാൻ ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ്. അതിപ്പോൾ പുതിയ റൈഡേഴ്സ് ആവണമെന്നില്ല, ഒരുപാട് പേര് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും എല്ലാം ചെയ്ത് കണ്ടിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഈ ക്ലച്ച് ലിവറും ബ്രേക്ക് ലിവറും എൻഗേജ് ചെയ്യാനായിട്ട്
എല്ലാ വിരലും എടുത്തങ്ങ് ഉപയോഗിക്കും. അങ്ങനെ ചെയ്യരുത്. ഫ്രണ്ട് ബ്രേക്ക് ആയാലും ക്ലച്ച് ലിവർ ആയാലും യൂസ് ചെയ്യാനായിട്ട് അറ്റ്മോസ്റ്റ്, അതായത് മാക്സിമം 2 ഫിംഗേഴ്സ് മാത്രമേ യൂസ് ചെയ്യാവൂ. ഞാനും ഈ പറഞ്ഞ കണക്ക് വണ്ടി ഓടിച്ച് പഠിച്ച് ഒരു 5 വർഷത്തോളം എങ്കിലും ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ക്ലച്ചും യൂസ് ചെയ്യാനായിട്ട് ഫുൾ വിരൽ, അതായത് 4 ഫിംഗേഴ്സും 4 ഫിംഗേഴ്സും എടുത്ത് പിടിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അത് പിന്നെ ഓരോ യൂട്യൂബ് ക്ലാസ്സസും കണ്ട് അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഞാനത് 2 ഫിംഗേഴ്സിലോട്ട് മാറ്റി. അതിനുശേഷം സിംഗിൾ ഫിംഗറിലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് 2 ഫിംഗേഴ്സിലും സിംഗിൾ ഫിംഗറിലും ഞാൻ കംഫർട്ടബിളാണ്. അത് നിങ്ങൾക്കും ട്രൈ ചെയ്താൽ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളതല്ല, നിങ്ങൾക്കും പറ്റണം. കാരണം ഒരിക്കലും 2-ൽ കൂടുതൽ വിരൽ ഉപയോഗിച്ച് ക്ലച്ചോ ഫ്രണ്ട് ബ്രേക്സോ യൂസ് ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾ ഫുൾ വിരലും വെച്ച്, അതായത് 4 വിരലും വെച്ചാണ് ക്ലച്ചും ഫ്രണ്ട് ബ്രേക്സും യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ബാറിന്മേലുള്ള കൺട്രോൾ ഇല്ലാതാവുകയാണ്. ആകെപ്പാടെ ആ തമ്പ് മാത്രമാണ് ആ ഹാൻഡിൽ ഗ്രിപ്പ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ബ്രേക്സും ക്ലച്ചും മാക്സിമം 2 ഫിംഗേഴ്സ്, സിംഗിൾ ഫിംഗർ ആണെങ്കിൽ ബെസ്റ്റ്. അങ്ങനെ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇത് ഒരുപാട് പേര് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ തിരുത്തുക. അപ്പോൾ ചിലരെങ്കിലും പറയും അത് ഭയങ്കര പാടാണ്, ഞാൻ ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ല എന്ന്. ഒരിക്കലുമല്ല. ഞാൻ ഈ പറഞ്ഞല്ലോ, ഞാനൊരു 4 ഇയേഴ്സോളം 4 ഫിംഗേഴ്സും വെച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം 1 മാസത്തോളം ഇൻറ്റൻഷനലി തന്നെ 2 ഫിംഗറിലോട്ട് മാറ്റിയതാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. എനിക്കിപ്പോൾ 2 ഫിംഗേഴ്സിലും കൂടുതൽ ക്ലച്ചിലോ ഫ്രണ്ട് ബ്രേക്സിലോ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയുമാണ് ബേസിക്കായിട്ട് ന്യൂ റൈഡേഴ്സ് ആയാലും കുറച്ച് വർഷം കൊണ്ട് ഓടിക്കുന്നവരായാലും ചെയ്യുന്ന മിസ്റ്റേക്കുകൾ. ഇതല്ലാണ്ട് മേജറായിട്ടുള്ള അല്ലെങ്കിൽ വേറെയും കുറേ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് ആൾക്കാർക്ക്. അത് ഈ പറഞ്ഞ കോൺട്രിങ്ങിലെ ബോഡി പൊസിഷനിങ് പോലുള്ളതാണ്, എൻജിൻ ബ്രേക്കിംഗ്, കോൺട്രിങ്ങിലെ. പക്ഷെ അതൊന്നും ഇങ്ങനൊരു ചെറിയ വീഡിയോയിൽ ജസ്റ്റ് അങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. അതിനായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇത്രയുമാണ്. ആർക്കെങ്കിലും ഒക്കെ ഉപയോഗപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഗിവ് മീ എ ലൈക്ക് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.